just through creativity, problem solving. YAP 9.0 school category registration is underway with thousands of student registrations. Today's thematic talk session focuses on the theme assistive technology and wearables. To officially welcome all the participants and introduce today's speaker, now I invite Sri Biju Parameswaran, Program Head, Young Innovators Program, to deliver the welcome address and introductory remarks. Thank you, sir. Welcome. Okay, thank you, Nipun. എല്ലാവർക്കും സ്വാഗതം. യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിന്റെ തീമാറ്റിക് ടോക്ക് സീരീസിന്റെ ഭാഗമായിട്ടുള്ള സെഷനാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അസിസ്റ്റീവ് ടെക്നോളജീസ് ആൻഡ് വെയറബിൾസ് ആണ്. ഇത് വളരെ പോപ്പുലർ, നമ്മുടെ 27 തീംസിൽ ഒരെണ്ണമാണ്. മുൻകാലത്ത് YAP കൊഹോർട്സ് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ഐഡിയ സബ്മിഷൻസ് ഒക്കെ ഇടയ്ക്ക് വരികയുണ്ടായി. ഈ അസിസ്റ്റീവ് ടെക്നോളജീസ്, അതുപോലെ പ്രോബ്ലംസ് ഓഫ് എൽഡർലിയായിട്ടും ബന്ധപ്പെട്ടും വളരെ കൗതുകമുള്ള ടോപ്പിക്കാണ്. അപ്പൊ ഇത് സംസാരിക്കാനായിട്ട് നമ്മുടെ എക്സ്പേർട്ട് ആരാണെന്ന് നോക്കാം. ഐ റിക്വസ്റ്റ് our IT team to mute all the people other than the speaker. Okay. ഇന്ന് നമ്മുടെ അസിസ്റ്റീവ് ടെക്നോളജീസിനെ പറ്റി സംസാരിക്കാൻ എത്തിയിരിക്കുന്ന എക്സ്പേർട്ട് ആരാണെന്ന് നമുക്ക് നോക്കാം. ഗായത്രി ഈശ്വരൻ, ജോയിനിങ് ഫ്രം ടെക്സസ്, USA. അപ്പോൾ അവിടെ ഇപ്പം പകൽ ടൈമാണ്. ആൻഡ് ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോൾ ഗായത്രി ഈസ് engineer, electrical and electronics engineer from College of Engineering, Trivandrum, and also having a master's degree from Washington State University. And the subject is solid state electronics for avionics. After that, she worked with a company called NXP, where she was also part of Analog Patent Committee. Ippam presently work ചെയ്യുന്നത് Global Foundries എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ US ഓഫീസിലാണ്. അവിടുത്തെ വർക്ക് is she manages advanced semiconductor technologies and works with customers who are building applications in IoT, Internet of Things, അതുപോലെ industrial, automotive, and also edge computing applications ആണ്. Edge AI. So it's very interesting and exciting. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ഈ വേർഡ്സ് ഒക്കെ. അപ്പം ഈ ഒരു ടെക്നോളജീസിനെ പറ്റിയും സെമികണ്ടക്ടർ ചിപ്സ് ഇതിനെയൊക്കെ പറ്റി അറിയുവാനും ഇതിലൊക്കെ എന്തൊക്കെ സാധ്യതകളുണ്ട് നമുക്ക് ഐഡിയ അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയുവാനും, അല്ലെങ്കിൽ ഓഫ് കോഴ്സ് ലീഡിങ് ടു ദിസ് അസിസ്റ്റീവ് ടെക്നോളജി. ഐ തിങ്ക് ഗായത്രി വിൽ മേക്ക് ദ കണക്ഷൻസ് ആൻഡ് വിൽ ഗിവ് us some orientation now. So let us listen to the talk. അപ്പൊ ഗായത്രി, ഇതിന്റെ ഓഡിയൻസ് എന്ന് പറയുന്ന സ്റ്റുഡൻസ് ആണ്. ദീസ് ആർ കോളേജ് ആൻഡ് സ്കൂൾ സ്റ്റുഡൻസ് സ്റ്റാർട്ടിങ് ഫ്രം ഹൈസ്കൂൾ. അപ്പൊ അവർ വളരെ എക്സൈറ്റഡ് ആണ് അബൌട്ട് കമ്മിങ് അപ്പ് വിത്ത് ഐഡിയാസ് വിച്ച് ക്യാൻ ലീഡ് ടു solutions which will address Kerala's second generation developmental problems. So that is the way it is. So this cohort is at present 9.0. 8 cohorts have been over so far. Without much further ado, I hand over to Gayatri to talk to us about assistive technologies. Thank you. എല്ലാവർക്കും നമസ്കാരം. ബിജു, നിപുൺ, വളരെ നന്ദി ഈ സന്ദർഭം എനിക്ക് തന്നതിന്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും നിങ്ങളെപ്പോലെ ഒരു കുട്ടിയായിരുന്നു. ഞാനും ബിജു ഒക്കെ ഒരേ ബാച്ചാണ്. 93 കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം ബാച്ചാണ്. മൈ നെയിം ഇസ് ഗായത്രി ഈശ്വരൻ. I am from Trivandrum. It's very nice to meet you all. And to be excited to talk to you all and share the very little I know about these assisted technologies and wearables. ബിജു എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എന്ത് ടോപ്പിക്കാണ് ഇഷ്ടം സംസാരിക്കാൻ പറ്റി ചോദിച്ചപ്പോൾ I was excited to bring this to you, to share what goes inside inside such technologies. നമ്മൾ വെയറബിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് കാതിൽ ഇടുന്ന ഇയർപോഡും കയ്യിൽ കെട്ടുന്ന വാച്ചും ഒക്കെയാണ് അല്ലേ? നിങ്ങൾക്ക് ആരെങ്കിലും അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? എങ്ങനെ എന്തുവാണ് ടെക്നോളജി എന്ന്? എനിവൺ ഹാസ് എനി തോട്ട്സ് ഓൺ വാട്ട് എ വെയറബിൾ മീൻസ് ടു യു? മാം പറയുന്ന ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആണോ ബിജു? ക്ലിയർ ആയിട്ട് കേൾക്കാമല്ലോ. ഇടക്കിടക്ക് വിട്ടു പോകണം. ഇഷ്യൂ ഉണ്ടോ? ക്ലിയർ ആണ്.
Clear ആണ്. ആദ്യത്തെ നെറ്റ്വർക്കിന് ഇഷ്യൂ ഉണ്ട്, അത് ചെക്ക് ചെയ്താൽ. Okay. ഓക്കെ ഓക്കെ ഓക്കെ. സോ നമ്മളിപ്പോൾ വേറബിൾ എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിൽ ആദ്യമായിട്ട് വരുന്നത്? ഐ വിൽ ടേക്ക് 1 or 2 ഹാൻഡ്സ്. അതെ, പറയാനുള്ളവർ ഹാൻഡ് റൈസ് ചെയ്യുക. നസ്രിയ പറഞ്ഞോളൂ. പറഞ്ഞോളൂ. അർജുൻ. നമുക്ക് ഇയറിങ്സ് പോലെ തന്നെ, ഇയറിങ്സും നെക്ലസും മാലകളും ഒക്കെ അതുപോലെ തന്നെ വെയർ ചെയ്യാൻ പറ്റിയ ഗാഡ്ജറ്റ്സ്, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ്. അതങ്ങനെയും പറയാം. So I will get into the talk and then we can ask and take more questions. So I'm trying to advance my screen here. Okay. So today I will talk about introduction to various wireless technology standards and market trends. And I will deep dive into one specific wearable, which is CGM, which is continuous glucose monitoring. You may have seen folks wear that, which is a life-saving gadget for many. And some interactions, conclusions, and question and answer session. Throughout the talk, once I get through the major, like 1 or 2 slides, we can again have some more interactions. I hope that's okay with everyone. So what is facilitating some of this communication? Wireless, there are very many forms of communication, and many things that are underlying such assisted wearable technologies is actually communication. നമ്മുടെ human body, how it communicates with the external environment. We have many sense organs such as ears, eyes, nose, and our own skin. So that is a communication and sensing device that our human body inherently has. And what we are doing here is assisting that interaction and communication with additional devices. And why? What is behind this is a couple of things. Just like a fabric builds a cloth, similar to that, there are a couple of fabrics that is behind this. One is the underlying technology. നിങ്ങളിപ്പം വീട്ടിൽ വൈഫൈ ഉണ്ടാകും, പിന്നെ ഫോണിൽ BLE കണ്ടുവേണം. BLE എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത്. And you must have, you've seen people charge their electric vehicles in charging stations. And then of course we have the cellular technology for communication via cell phones. So there are several standards that I want to kind of share with you and open your eyes how this communication happens. There are several standards: Wi-Fi, BLE, ultra wideband, which is where how you open your cars, the key, remote key, entry key, Zigbee, which is through smart home bulb and lighting technologies, usually is Zigbee. Near field communication, നമ്മൾ ചെയ്യുന്ന ആപ്പിൾ പേ, GPay ഒക്കെ ഉണ്ട്. നമ്മുടെ വാലറ്റ്, iWallet, that is through a technology called near field communication. Cellular phone, of course, uses cellular technology. Low range WAN is where what is used in electric vehicle charging, and Thread. So this forms the majority of how we communicate with the external world, and some of it is used in this assisted wearable technology. And why these standards, right? It depends on what application we are doing. In the case of cellular technology, it requires really strong, powerful signals to communicate via cell towers, and so it is a really advanced technology. For example, for what we are going to talk about today, what we need is low energy, meaning
many of these wearable devices are battery, lithium ion batteries ആണ് യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ അകത്തുള്ള ബാറ്ററി വളരെ ചെറുതായിരിക്കണം, and it has to last for a long time, whether it is an AirPod in a small little charging station which comes with the AirPod case, or if it is a CGM which is wearable, it is a wearable on our hands. അതുപോലെയുള്ള ഡിവൈസസ് എല്ലാം തന്നെ ലോ എനർജി ആയിരിക്കണം. അതാണ് ഞാനിവിടെ ബ്ലൂ ബോക്സിൽ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ടോക്ക് ഇറ്റ് ഈസ് ഫോക്കസ്ഡ് ഓൺ the wireless connectivity standard called Bluetooth Low Energy. Why do we have so many standards? It's because for various applications, the requirements that go into each one of the underlying semiconductor device is different. So depending on the application, we select a certain standard and അത് വെച്ചാണ് ഡിസൈൻ ആ പർട്ടിക്കുലർ ഡിവൈസിൻ്റെ ഡിസൈൻ ചെയ്യുന്നത്. സോ കണക്റ്റഡ് അസിസ്റ്റഡ് ടെക്നോളജി ആൻഡ് വെയറബിൾ എന്ന് പറയുമ്പോൾ they are empowering our lives with smart, inclusive and connected solutions. What does that mean? It simplifies our life. It is an extension of what we have as a human. നമ്മുടെ സെൻസർ ഓർഗൻസ്, നമ്മുടെ ഇയേഴ്സ് ത്രൂ വിച്ച് വി ലിസൺ ആൻഡ് ഹിയർ, അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട്, അതിൻ്റെ ഭാഗമായിട്ട് ചില സമയം ഇറ്റ് ഈസ് ഫോർ വെയറിങ് ആൻ ഇയർ പോഡ്. ആൻഡ് ഹൗ ഡസ് എൻ ഇയർ പോഡ് ആക്ച്വലി കമ്മ്യൂണിക്കേറ്റ്? ഇറ്റ് ഹാസ് സെൻസേഴ്സ് ആൻഡ് ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് ദാറ്റ് സൗണ്ട് ടു ദ അണ്ടർലൈങ് സർക്യൂട്ട്, ആൻഡ് അത് വഴി നമ്മൾ കേൾക്കാൻ പറ്റുന്നു. And this can be actually also a hearing aid for those who cannot hear completely or partially. അതുപോലെ നമ്മുടെ മൊബൈൽ ആൻഡ് ഫിസിക്കൽ അസിസ്റ്റഡ് ഡിവൈസസ്, അതായത് വാക്കിംഗ് കെയിൻ, സ്മാർട്ട് വാക്കിംഗ് സ്റ്റിക്സ് ഹെൽപ്പ് either elderly or folks who cannot see fully, disabled both hearing or vision impaired can use a walking stick, for example. Again, this is an assisted technology that human can use based on their needs. Health monitoring is a big part of this wearable application. And how do we leverage that? We have watches, Apple watches, we have or other devices such as the Apple iWatch, where you can use it for heartbeat monitoring. You have a grandparent who is wanting to monitor their blood pressure or blood sugar. All that is possible today thanks to this assisted technology. ബിജു, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്ന് തോന്നുന്നു. You want to take the question now? ആർക്കാ ക്വസ്റ്റ്യൻ ഉള്ളത്? ചോദിക്കാമോ? ഹാൻഡ് റൈസ് ചെയ്തോ? ചോദിച്ചോളൂ, വേഗം ചോദിച്ചോളൂ. ആരാ ചോദിക്കുന്നത്? അല്ലെങ്കിൽ പറഞ്ഞോളൂ. അല്ലെങ്കിൽ അത് നിങ്ങൾ പാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് എക്സ്പ്ലനേഷൻ കഴിയുമ്പോഴത്തേക്ക് ചോദിക്കുന്നതായിരിക്കും നല്ലത്, അല്ലേ? അത് കുഴപ്പമില്ല, അങ്ങനെയായാലും കുഴപ്പമില്ല ബിജു. അപ്പൊ നമ്മള് ഇത് കഴിഞ്ഞിട്ട് നമ്മള് ക്വസ്റ്റ്യന് വരാം. അഞ്ജോഷ്, കേട്ടോ? ഓക്കെ. Shian, also same. Let's get through a couple of slides and then we'll come back to your question. കേട്ടോ? Okay. So നമ്മുടെ സെൻറ്റർ ഓഫ് ദിസ് യൂണിവേഴ്സ് ഓഫ് കണക്റ്റഡ് അസിസ്റ്റഡ് ടെക്നോളജീസിൽ ഞാൻ സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. ബ്ലൂടൂത്ത് ലോ എനർജി BLE ആണ് മെയിനായിട്ടും ഇതിന് യൂസ് ചെയ്യുന്നത്. അതിന് കാരണം നമുക്ക് ലോ പവർ, അതായത് ബാറ്ററി ഡ്രിവൺ ആണ് ഇതൊക്കെ. നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ നടുവിൽ
battery poyala, then it is not reliable anymore. So one of the key things, although these are small tiny gadgets, they are life saving in some cases. നമ്മുടെ blood pressure monitor ആണെങ്കിലും blood sugar monitor ആണെങ്കിലും oxygen level monitor which is shown in this health monitoring wearables, or cognitive health support. Sometimes you want to listen to music or some stress detection. നമ്മുടെ അഡൽട്ട്സിൽ മോഡേൺ ലൈഫ് demands, it is very demanding. So പലവിധമായ അസിസ്റ്റഡ് ഗാഡ്ജറ്റ്സും ഇപ്പോൾ അവൈലബിൾ ആണ് താങ്ക്സ് ടു ദീസ് ടെക്നോളജീസ്. And how do we kind of build, what is behind these technologies, and how are these gadgets rather? Before I get into the detail of one particular device I'm going to talk about, why are these things getting more and more popular? Market trends ഞാൻ പെട്ടെന്നൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം നിങ്ങൾക്ക്. Market trends show that there is a rebound in such assisted devices across the world, not just Western world or Eastern world, regardless of where you are. There is a need for this. There is watches, Aura Ring, which monitors your sleep patterns and helps you sleep better. And this is more applicable കുട്ടികൾക്ക്, നിങ്ങളെ പോലെയുള്ള കുട്ടികൾക്ക് അല്ല, more for adults, but also anyone can use it, of course. Then AirPods and things like that. There were supply chain issues നമ്മുടെ കോവിഡ് വന്നപ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ the world realized that how dependent we are on these technologies. So there is a rebound in these technologies. And standards, as I mentioned, are evolving. So designers, when they sit down and start doing an architecture, they decide which is the most suitable technology for that. There's an increase in the demand from fitness to health monitoring all the way. People are becoming more and more health conscious based on their previous generation issues, whether it is blood sugar, blood pressure, or other issues. There is an increased awareness among youth like you for increased health monitoring, and also to be fit and to monitor your levels of fitness. So therefore there is an increased demand for such wearables. So assisted technologies and their penetration into medical and other fitness and other areas is increasing. With that, I will introduce you to health wearable device called the continuous glucose monitor. Many of you may have parents or grandparents who have had some blood sugar or otherwise diabetes issues. Unfortunately, that is very lifestyle limiting, meaning they have to have a monitor with them when they are out for eating, having dinner, or in attending a wedding or some other event, that they have to constantly monitor it manually. But with the advent of such wearable, they are able to have a better lifestyle by having a continuous glucose monitoring patch. And a patch looks like this. It is worn on mostly in your hand, and it is connected to a mobile device. How does this work? In general, wearables have a sensor. That sensor senses what is its main job is to sense the important thing that it is supposed to be monitoring. In the case of continuous glucose monitor patch, which looks like this, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആളുകൾ, sometimes they wear it under their shirt so that it is not seen and they can carry on with their life without being noticed, which is what most people want to do. They don't want to be, especially if it is a medical assist device. So you may or may not have seen such a patch, but what it does essentially
is it is a real-time data. It shows real-time data on your cell phone as needed. It also shows when the blood sugar is low. It gives predictive alert. It notifies before the blood sugar level is low and the patient experiences hyperglycemia or hypoglycemia. It gives a long prediction of the whole day and how your blood sugar level has been, and gives an indication of how it would be the next day or how you can take care of the situation. And when you are when the patient is also sleeping, it gives alerts if the blood sugar goes low unexpectedly. So if it is a younger adult, they can also have their parents receive the alerts. And if the patient is young adult patient is not in the house, it can also give an alert to their parents or caretakers, so that they are not they don't need to be worried about this. So how does this device work? It has a small sensor that kind of gently pokes into your skin, and it has a sensor. As I mentioned, all these wearables, regardless of there is fitness device or a medical wearable, has a sensor. In this case, the sensor is a small filament that is about 0.4 mm thick. So it's very gentle, and it's inserted just 5 mm below your skin. So it can penetrate from the skin into where the cells are and the membranes are, and it senses the glucose level. Ma'am, my chat is disabled. What is that? My chat is disabled. Okay, we'll come to for you to ask a question in a minute. Okay. Is this, can we make this, maximize the screen? Yeah, okay. Slideshow, yeah, that's what people have been asking. File. മാം മോഡൽ ഉണ്ട്, സ്ലൈഡ് ഷോ എന്ന് പറഞ്ഞു, ഷെയറിന്റെ ഇപ്പുറത്തായിട്ട്. സ്ലൈഡ് ഷോയുടെ ഇപ്പുറത്ത് മാം, റൈറ്റ് സൈഡ് മാം. Slide show. Sorry, that's what I was looking for. Thank you. Better ആണോ? Yes, ma'am. Yes. Okay, so when the sensor it is constantly sensing and monitoring, and there is specific intervals at which the sensor is receiving signals of your glucose level, and inside it is an electronic device, which is where I've been working on for all these years, designing such electronic devices. And what does it have? The actual technology beyond what you see on how it interacts with the cell phone is the actual technology that looks somewhat like this. It may be today it may be a little too much to talk about the details of this, but I will just give you a high level overview of how this continuous glucose monitoring electronics works. The key features of this are ultra low power, as I said, long battery life up to 8 weeks. It's a secure system, meaning patient data cannot be communicated and be shared. It is a very private and confidential information, only accessible to the caretaker and maybe the physician who is monitoring the state of the health of the patient. So these are key features of any assisted wearable. Okay, so it's a long battery life venam. Karnam small ion, lithium ion device batteries are, and then patient data, secure system. Key components in the parnale, I'm not sure how much you kids are introduced to a system like this.
ഒരു സെൻട്രൽ കമ്പ്യൂട്ട് സിസ്റ്റം ഉണ്ട്. അതാണ് എല്ലാം മോണിറ്റർ ചെയ്യുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ദർ ആർ മെനി സെൻസേഴ്സ്. In this case, it's a sensor that is a tiny filament that goes in under the skin. And in some cases, there may be a display. And definitely, there is a wireless connection that talks to our cell phone. So, പറഞ്ഞ പോലെ ഈ ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സ് ഈ MCU ഡിഫറെൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. അപ്പം ഈ കേസിൽ ദർ ഇസ് എ സ്മോൾ സെൻസർ ദാറ്റ് ടോക്സ് ടു ദ MCU, ആൻഡ് ഓൺ ദി അതർ സൈഡ് ഇറ്റ് ടോക്സ് ടു ദ cell phone and says, hey, I have sensed this increased blood sugar, and now you indicate to the patient or the whoever is wearing that CGM to take care of their either the diet or take their medicine, and also on a monthly or a periodic basis gives this whole data to their physician, to their doctor. So this is what is behind that white patch that is usually worn on the hand. And where I am working now is Global Foundries. We are a semiconductor manufacturing. Semiconductor എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് സംസാരിക്കാനുണ്ട്. But at a very high level, what it is a chip that is manufactured with a wafer. ആൻഡ് ആ വേഫർ പാക്കേജ് ചെയ്ത് വരുമ്പോൾ പല ഡിവൈസുകളായിട്ട് മാറുന്നു. One of the many million devices is this CGM, which serves in the application space of a assisted medical device. And we work with a lot of customers. നമ്മൾ സെൽ ഫോണിൽ തന്നെ ഞങ്ങളുടെ മാനുഫാക്ചേർഡ് ഡിവൈസ് ഉണ്ട്. പിന്നെ പല പല ഡിവൈസസിൽ കാറിൽ അസിസ്റ്റഡ് ആയിട്ടുള്ള നിങ്ങൾ കാറിൽ പോകുമ്പോൾ കാണുന്ന സ്ക്രീൻസും റിമോട്ട് കൺട്രോൾ കീസ്, anything you can think of has an electronic device in it, and Global Foundries, we manufacture that. As Biju said, before I came to Global Foundries, I used to be part of a company called NXP, which manufactures many of the devices that I just talked about, including keyless remote entry, the CGM, IoT, robot, what moves a robot in an Amazon site, where many boxes are getting moved by robots. All these devices contain some semiconductor. And today we just talked about this tiny miniature device where there is a very small semiconductor element in it, which is the technology that helps us have such the luxury of having such medical or assisted wearables, which can be used anywhere from fitness to medical monitoring. If you think about the various wearable markets, there are various wearables: smartwatches, smart rings, home and health, which is what we covered today in detail, fitness bands and trackers, hearables ഒക്കെ ഉണ്ട്. അതിൽ ഹയസ്റ്റ് ഗ്രോയിങ് എന്ന് പറയുന്നത് ഈ ഹോം ആൻഡ് ഹെൽത്ത് ആണ്. I'll pause here for any questions. ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ഹാൻഡ് റൈസ് ചെയ്തിട്ട് ചോദിക്കാം. ആദ്യം ഒരാളാ പേര് മറന്നുപോയി. ആദ്യം ചോദിച്ചല്ലോ ഒരാള്. അർജുൻ ആണോ ചോദിക്കാൻ തുടങ്ങി? ഞാൻ സ്ലൈഡ് ഷോ എന്ന് മാറാം, കാരണം എനിക്ക് എൻ്റെ വീഡിയോ കാണാൻ പറ്റില്ല അതർവൈസ്. കാർത്തിക് കൈ റൈസ് ചെയ്തിട്ടുണ്ട്. ഈ BLE ആണോ നമ്മളെ എല്ലാ സിസ്റ്റത്തിലും യൂസ് ചെയ്യുന്നത്? ലൈക്ക് വയർലെസ് കീസിലൊക്കെ
So thanks for the question. വയർലെസ് എന്ന് പറയുമ്പോൾ പല ടെക്നോളജീസും ഉണ്ട്. അതിൽ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ഇതുപോലെ ചെറിയ ചെറിയ ഡിവൈസസിന് വേറബിൾ ബാറ്ററി ഡ്രിവൻ, അതായത് ലിത്തിയം അയോണിലെ സ്മോൾ ആയിട്ട് റൗണ്ട് ആയിട്ടുള്ള ആ ബാറ്ററി യൂസ് ചെയ്യുന്ന ഡിവൈസസ് മോസ്റ്റ്ലി BLE ആണ്. കാരണം വളരെ ലോ പവറാണ്, വളരെ ലോ കറണ്ടാണ് അത് ഡ്രോ ചെയ്യുന്നത്. അതുകൊണ്ട് BLE ആണ് അതിൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ, ഫോർ എക്സാമ്പിൾ നമ്മുടെ വീടുകളിലുള്ള വൈഫൈ ഇസ് പ്ലഗ്ഡ് ടു ദ വാൾ. സോ അതിന് കൂടുതൽ കറണ്ട് കൺസംഷൻ, പവർ കൺസംഷൻ ഉണ്ട്. അതിന് കാരണം ആ കണക്ടിവിറ്റി സ്റ്റാൻഡേർഡ് വൈഫൈ ആണ്. നിവിൻ, Thank you. നിവിൻ പ്ലീസ്. അപ്പൊ എനിക്കൊരു ഡൗട്ട്, നമ്മൾ ഈ BLEക്കൊക്കെ ഒരു റേഞ്ച് ഇല്ലേ? മാക്സിമം 1 കിലോമീറ്റർ 100 മീറ്റേഴ്സ് ഒക്കെ അല്ലേ വരുള്ളൂ? അപ്പൊ അതിനൊക്കെ വൈഫൈ ആയിട്ടല്ലേ സ്മാർട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നത്? ഇപ്പൊ ലോകത്ത് ഇപ്പൊ എവിടെ ഇരുന്ന് വേണേലും കൺട്രോൾ ചെയ്യാനൊക്കെ BLE വെച്ച് നമുക്ക് പറ്റത്തില്ലല്ലോ. വൈഫൈ യൂസ് ചെയ്ത് തന്നെയല്ലേ പറ്റുള്ളൂ? അത് വൈഫൈയും പറ്റത്തില്ല, ആക്ച്വലി സാറ്റലൈറ്റ് വേണം അത്രയും റേഞ്ച് ഒക്കെ വേണമെങ്കിൽ. ഇത് BLE നമ്മൾ നമ്മുടെ സെൽഫോണിൽ മാത്രമാണ് സംസാരിക്കുന്നത്, വളരെ പ്രോക്സിമിറ്റിയിലാണ് ഉള്ളത്. അതുകൊണ്ട് BLE യൂസ് ചെയ്യുന്നത്. ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ പോകാം. പല കണക്ടിവിറ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വയർലെസ് കണക്ടിവിറ്റി സ്റ്റാൻഡേർഡ്, ഡിഫറെൻറ്റ് കണക്ടിവിറ്റി, വയർഡും ഉണ്ട്. വയർലെസ് എന്ന് പറയുമ്പോൾ ഇതൊന്ന് വലുതാക്കാമോ? വയർലെസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് സ്റ്റാൻഡേർഡ്സ്. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എവിടെയാണ് നമ്മളത് യൂസ് ചെയ്യുന്നതെന്ന്. കണക്റ്റഡ്, നമ്മുടെ പണ്ടത്തെ പോലെ നമുക്ക് വയേർഡ്, അതായത് ഈതർനെറ്റിലുള്ള കണക്റ്റഡ് ഉള്ളത് ലിമിറ്റഡ് യൂസ് ആണ് ഇപ്പോൾ. മിക്കവാറും എല്ലാം തന്നെ വയർലെസ് കണക്ടിവിറ്റി സ്റ്റാൻഡേർഡിലോട്ടാണ് പോകുന്നത്. സോ പല സ്റ്റാൻഡേർഡ്സും ഉണ്ട്. ഇവിടെ പറഞ്ഞ പോലെ നമ്മൾ ഈ വാലറ്റില്ല, ഈ വാലറ്റ് പേ ചെയ്യുമ്പോൾ ഉള്ള സ്റ്റാൻഡേർഡ് NFC ആണ്. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള RF റിക്വയർമെൻറ്റ്സ് വേണം. അൾട്രാ വൈഡ് ബാൻഡ്, നമ്മുടെ റിമോട്ട് ഈ കീ അത് നമ്മുടെ ലൊക്കേഷൻ അത് ഉണ്ടാകും. പക്ഷെ അതിനും പറഞ്ഞ പോലെ വളരെ ഷോർട്ട് റേഞ്ച് ആണ്. സോ അസറ്റ് ട്രാക്കിംഗ് അതിനൊക്കെ അൾട്രാ വൈഡ് ബാൻഡ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. BLE എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ബീം ഫോമിംഗ് ആണ്. അതുകൊണ്ടാണ് അത് വേറബിൾസിന് വളരെ, ആൻഡ് സെൻസേഴ്സിൻ്റെ കൂടെ ഇറ്റ് വർക്ക്സ് വെരി വെൽ. സോ ദാറ്റ്സ് വൈ BLE ഇസ് ദ ചോസൺ സ്റ്റാൻഡേർഡ് ഫോർ സച്ച് വേറബിൾസ്. ഒരു ചോദ്യം പെട്ടെന്ന് കണ്ടു. ഈ വേറബിൾസിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വേറബിൾസിന് തീർച്ചയായിട്ടും ചില വേറബിൾസിന് എസ്പെഷ്യലി സൈഡ് എഫക്ട്സ് ഉണ്ട്. എസ്പെഷ്യലി നമ്മൾ കാതിലിടുന്ന വേറബിള് അത് നമ്മുടെ ഇയറിലൂടെയും സ്കള്ളിലുള്ള ബോണിലൂടെയുമാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് എനർജി. അതുകൊണ്ട് I personally do not like wearing AirPods. I like the wired ones. So there is some impact to it, although the impact is over very long time if you wear it for a prolonged time. But not the assisted wearables. They have taken care to make sure that that effect is not there, so that it can be worn for a long time. So there are precautions that have been taken. ഓക്കെ, കുറെ നേരമായിട്ട് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്ന 1-2 പേരുണ്ട്. നിവിൻ ചോദിച്ചോളൂ. Then we go to Gauri Shankar. Gauri Shankar KP. ഇല്ല. ഈ ഒരു ഹെൽത്തിന്റെ അത് ബേസ് ചെയ്തിട്ടുള്ള ഗാഡ്ജറ്റ്സ് ഒക്കെ ഹാക്ക് ചെയ്താൽ അവരുടെ ഈ ഇതൊക്കെ ഹാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ളതാണോ? നല്ല ക്വസ്റ്റ്യൻ. സെക്യൂരിറ്റി ഞാൻ പറഞ്ഞ പോലെ ഇസ് എ വെരി കീ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പ്രൈവസി ഓഫ് പേഷ്യൻ്റ് ഡേറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഈ സിസ്റ്റമില്ലേ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഞാൻ ഇട്ടിരിക്കുന്ന ആ സിസ്റ്റം, ഈ MCU ആൻഡ് വയർലെസ് SoC ഭയങ്കര ഹൈ സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ്സ് ആണ്. അവർ പല ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സും അവർ അബൈഡ് ചെയ്യണം. And they test and make sure that it is taken care of before the device is released to the market.
So, but very good question. Srinidhi? ഇത് ഈ ഉപയോഗിക്കുന്ന യൂസേഴ്സിന് വല്ലതും ഇറ്റിംഗ് വല്ലതും അല്ലെങ്കിൽ ഇറിറ്റേഷൻ വല്ലതും സംഭവിക്കുമോ? അതൊക്കെ വളരെ ഹൈ ലെവൽ ഓഫ് ടെസ്റ്റിങ്ങും ഇൻഫെക്ഷനൊക്കെ അതൊക്കെയല്ലേ ആലോചിക്കുന്നത്. വളരെ നൈസ് ക്വസ്റ്റ്യൻ. ഈ ഇൻഫെക്ഷൻ ആൻഡ് അതർ തിങ്സ് വരാതിരിക്കാൻ അവർ ഈ സെൻസർ ഫിലമെൻറ്റ് they take care of it, that it is medical grade first of all. Second of all, it is tested and protected in a package before it is sold and put on the shelf. But very good question. ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പറയൂ. നമ്മൾ ഈ ഡിവൈസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഈ മെഡിക്കൽ അസിസ്റ്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് കഴിയുമ്പോൾ ലൈക്ക് കുറെ നാൾ കഴിഞ്ഞ് ഇപ്പൊ എന്ത് ഡിവൈസ് ആണെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഈ ഒരു സംഭവത്തിന് ചെറിയൊരു ഇപ്പൊ പ്രശ്നം ഉണ്ടായിട്ട് ഈ മെഡിക്കൽ കണ്ടീഷൻ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേഷ്യന്റിന് അത് ബിലീവ് ചെയ്യില്ല. അപ്പൊ അത് ഫാൾസ് ഇൻഫർമേഷൻ ആവില്ലേ? അപ്പോൾ ഇത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫങ്ഷനാലിറ്റി ഓഫ് ദാറ്റ് ഡിവൈസ് അല്ലേ. അപ്പോൾ ബിഫോർ, സോ ദ വേ ഇറ്റ് ഈസ് ടെസ്റ്റഡ് ആൻഡ് സെൻഡ് ബിഫോർ പ്രൊഡക്ഷൻ of this device, they make sure that it can last for 6 weeks, but it can actually last for more than 6 weeks. It can last for 8 weeks, but they only guarantee its functionality up to 6 weeks. So 6 weeks കഴിഞ്ഞാൽ അത് ഓൾറെഡി അത് ഫ്ലാഗ് ചെയ്യാൻ ആരംഭിക്കും. this needs to be thrown out, it needs to be disposed, and you have to get a new one. So this is what they guarantee, and this is how it is made sure that it is reliable, and the information being shared about the patient health data is reliable. And if the patient wears it more than that, then it becomes a problem for them. So this is how these companies who manufacture make sure that the information is reliable, that they give out the longevity of the device less than what it can actually do. മനസ്സിലായോ? Good question. മാം, ഇത് എത്ര ആക്യുറേറ്റ് ആയിരിക്കും? പിന്നെ ഈ 2000-3000 റുപ്പീസിന്റെ വാച്ചിലൊക്കെ ഈ ബ്ലഡ് പ്രഷർ ഒക്കെ പിന്നെ ഹാർട്ട് ബീറ്റ് ഒക്കെ കൗണ്ട് ആകുന്നുണ്ടാവല്ലേ, അത് അക്യുറേറ്റ് ആയിരിക്കോ? അത്ര റേറ്റിൽ ആക്കാൻ പറ്റോ അത്? Yeah, so heart rate and നമ്മുടെ pace, number of steps ഒക്കെ ഈ small bands and devices monitor ചെയ്യുന്നുണ്ട്. I personally have not used or seen them, but it is my understanding that it is in cases where it is not life threatening, right? ഈ CGM എന്ന പോലെ ഉള്ള ഡിവൈസസ് വളരെ വളരെ ആക്യുറേറ്റ് ആയിരിക്കണം. കാരണം ബ്ലഡ് ഷുഗർ ഒക്കെ മോണിറ്റർ ചെയ്യുമ്പോൾ if it is like number of steps taken in a day, it can be, the accuracy can be a slightly lower. Blood pressure, of course, it needs to be accurate, but it is my understanding that those type of things which are non-life threatening and vital are more or less accurate, and when they stop being accurate, it already kind of gives a warning. This is my understanding. They have regulations not just in the US or UK, but everywhere in the world. They have to abide by some safety standards, and I believe that is how they regulate these kind of things. Vaiga Lakshmi. Ma'am. Yes. Ma'am പറഞ്ഞില്ലേ ഡയബറ്റീസ് ഒക്കെ മെഷർ ചെയ്യുന്ന പ്രൊഡക്ട്സ് ഇതൊക്കെ ഉണ്ടെന്ന്? അതെ. അതില് കാണിക്കുന്ന മെഷർമെന്റ് 100% കറക്റ്റ് ആയിരിക്കോ? അത് വെച്ച് നമുക്ക് എന്താ പറയാ നമ്മളെ കാര്യങ്ങൾ നോക്കാൻ പറ്റുമോ? 100% അത് കറക്റ്റ് ആയിരിക്കോ? അപ്പോൾ അത് 100% ആയിട്ട് കറക്റ്റ് ആയിരിക്കുമ്പോൾ മാത്രമേ അത് ഫങ്ഷൻ ചെയ്യത്തുള്ളൂ. സോ ദാറ്റ്സ് ഹൗ ദ സേഫ്റ്റി റെഗുലേഷൻസ് ആർ. It goes also into കുറച്ച് നമ്മുടെ how
ഇതുപോലെയുള്ള സേഫ്റ്റി കൺസിഡറേഷൻസ് ആർ മെഷർഡ്. US, UK പോലുള്ള കൺട്രീസ് ദേ ആർ വെരി പർട്ടിക്കുലർ അബൌട്ട് ഇറ്റ്. അത് ഷെൽഫിൽ നിന്ന് അല്ലെങ്കിൽ എടുക്കും. But I hope that India has enough regulatory standards that this is also followed very strictly. So if it is followed very strictly, Mole, then it is very safe to use. Thank you, ma'am. You're welcome. മാം പറയൂ. ഇതിന് നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും കുഴപ്പമാക്കാൻ പറ്റുമോ? Our needle, as long as it is very hygienic and clean, which is what it comes in the package, and the patient maintains the hygiene standards that are required by the use of the device, it should be all good to go and good to use. Okay. Ade. A question. Now, what software is used? It is mainly used through the phone, so it can be either Android or iOS. That is what is the software that manages. There is no separate software inside the continuous glucose monitoring patch itself, as you can see in this picture. BLE konda it transmits the data to the cell phone, and cell phone kind of processes it and sends back what the device needs to do. Okay, thank you. മാം ഇത് അഫോർഡബിൾ ആയിരിക്കുമോ? മാം ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത ഒരാൾക്ക് ഇപ്പൊ വളരെ മോശമായിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻ ആണെങ്കിൽ ഈ ഒരു സംഭവം എക്സ്പെൻസീവ് ആണെങ്കിൽ അവരത് എങ്ങനെ അഫോർഡ് ചെയ്യും? ഗവൺമെന്റ് അത് പ്രൊവൈഡ് ചെയ്യുക അങ്ങനെ വല്ലതും ചെയ്യും? അല്ല, ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യില്ല. വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഐ തിങ്ക് ഇങ്ങനത്തെ ഏരിയസിലാണ് പിള്ളേർക്ക് ചിന്തിക്കാവുന്നല്ലേ? അതെ അതെ, അതാണ്. How to make it affordable, അല്ലേ? How to make it affordable is room for innovation for sure. മാം, ഈ ഇപ്പോൾ ഇതിനെ ചെയ്യുമ്പോ ഈ വാട്ടർ പ്രൂഫിങ് ഉണ്ടാവുമോ എല്ലാത്തിലും? That's a very good question. Again, I feel like that may be a good opportunity, that maybe a cover for this CGM or something can be an innovation opportunity. Needle കൊള്ളുന്ന ഇടങ്ങളിലുള്ള ഹൈജീൻ ഓർ ക്ലിനിക്കൽ ഗ്രേഡ്, ഇതൊക്കെ ഡെഫിനറ്റ്ലി ഇൻവെൻഷൻ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു, ഇത് അഫോർഡബിൾ ആണോ എന്ന്. ടു മേക്ക് ഇറ്റ് മോർ അഫോർഡബിൾ ബട്ട് സ്റ്റിൽ വെരി സെക്യൂർ ഇസ് അനദർ ഇന്നോവേഷൻ ഓപ്പർച്യൂണിറ്റി. മാം ഇപ്പോ വളരെ ചീപ്പായിട്ടൊക്കെ നമുക്ക് സ്റ്റോറുകളിലൊക്കെ ഇപ്പം അടുത്തുള്ള മൊബൈൽ ഷോപ്പിലൊക്കെ ആണെങ്കിലും സ്മാർട്ട് വാച്ചസ് അവൈലബിൾ ആണ്. അതിൽ കാണിക്കുന്ന ഇപ്പം ഹാർട്ട് ബീറ്റ് ചെക്കിംഗ് ഒക്കെ അത് തരുന്ന ഇൻഫർമേഷൻ ഒക്കെ എപ്പോഴും 100% കറക്റ്റ് ആയിരിക്കുമോ? ഈ ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു ഒരാൾ മുമ്പ്. അപ്പം 100% അക്യുറേറ്റ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച് ആക്യുറസി യു ആർ ലുക്കിംഗ് ഫോർ. അത് ഒരു ബെഞ്ച് മാർക്ക് സ്റ്റഡി തന്നെ നടത്തണം. ആൻഡ് അഗെയിൻ ബിജു പറഞ്ഞ പോലെ അതൊരു ഓപ്പർച്യൂണിറ്റി ഫോർ നമുക്ക് സാറ്റിസ്ഫാക്ടറി അല്ല, നമ്മുടെ ബ്ലഡ് പ്രഷറോ അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റോ റേറ്റോ ഒക്കെ അല്ലെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി കൺസിഡർ ഹൗ യു ക്യാൻ മേക്ക് ഇറ്റ് മോർ ആക്യുറേറ്റ്. മാം, പ്രീവിയസ് ആയിട്ട് ഈ ഡിവൈസ് ഉപയോഗിച്ചിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ടൊക്കെ ഈ ആപ്പിൽ അല്ലെങ്കിൽ ഡിവൈസിൽ സ്റ്റോർ ചെയ്ത് ഉണ്ടാവോ? ഈ CGM-ൽ സ്റ്റോർ ചെയ്യത്തില്ല. പക്ഷേ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് ഒരു ആപ്പ് ഉണ്ടെങ്കിൽ അതൊരു അഗെയിൻ അനദർ ഓപ്പർച്യൂണിറ്റി ഫോർ ഇന്നോവേഷൻ ആണ്. ഒരു ആപ്പ്, അതായത് യു ക്യാൻ ഡൗൺലോഡ് ഡേറ്റ ഫ്രം പ്രീവിയസ് ഡിവൈസസ്. അതൊരു വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്, നല്ല ഐഡിയ ആണ്. ഒരു ആപ്പ് ദാറ്റ് ക്യാൻ സ്റ്റോർ ഡേറ്റ ഫ്രം all your medical devices. ഇപ്പം ഈ സാധനം ചീപ്പ് ആകുവാണെങ്കിൽ അതിനനുസരിച്ച് ഇതിന് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സും ചീപ്പ് ആവത്തില്ലേ? അതെ അതെ, ഡെഫിനറ്റ്ലി. ഇത് ഉപയോഗിച്ച പ്രശ്നങ്ങളും വരുമല്ലോ. എന്തുവാ ക്വസ്റ്റ്യൻ? സോറി. അങ്ങനെ ചീപ്പ് ആകുവാണെങ്കിൽ പലവിധ പ്രശ്നങ്ങളും ബോഡിക്ക് വരുമായിരിക്കുമല്ലോ. അപ്പൊ അതങ്ങനെ പ്രിവെന്റ് ചെയ്യും? എന്ത് പ്രശ്നം വരുന്നതെന്ന് ഉദ്ദേശിക്കുന്നത്? അല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം ചീപ്പ് ആകുമ്പം അതിന്റെ ക്വാളിറ്റിയും
കുറവായിരിക്കും അതാണ് ബിജു സാർ പറഞ്ഞ പോലുള്ള ഇന്നോവേഷൻ ഓപ്പർച്യൂണിറ്റി. അതായത് ചീപ്പാക്കുക, പക്ഷേ ക്വാളിറ്റി കുറയാൻ പറ്റത്തില്ല. ബിക്കോസ് ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡിവൈസ് അല്ലേ. അപ്പം നമ്മളത് വൈറ്റൽ കെയർ എന്ന് പറയുമ്പോൾ അതിന് ക്വാളിറ്റി ഒരു കോംപ്രമൈസ് അല്ല. ഇത് അപ്പം വാട്ടർ ആയിട്ട് അഫക്റ്റ് ആവും. എന്താ ഇത് വാട്ടർ ആയിട്ട് അഫക്റ്റ് ആവുമോ? ഇല്ല, ഇറ്റ് വിൽ നോട്ട്. പക്ഷേ വാട്ടർ പ്രൂഫിങ് നമ്മുടെ നാട്ടിലുള്ള പോലെ ഒരുപാട് മഴയുണ്ടെങ്കിൽ അതുപോലുള്ള ഇതിന് നമുക്ക് അഡീഷണൽ പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ അതൊരു ഇന്നോവേഷൻ ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഫാർ വാട്ട് ഐ എം ഹിയറിംഗ് ഫ്രം ദ ക്വസ്റ്റ്യൻസ് കേട്ടാൽ ഇന്നോവേഷൻ ഓപ്പർച്യൂണിറ്റി എനിക്ക് തോന്നുന്നത് മഴ, അതുപോലെയുള്ള എക്സ്റ്റേണൽ വെതർ കണ്ടീഷൻസ് ഓർ എക്സ്റ്റേണൽ കണ്ടീഷൻസ്, പിന്നെ ഈവൻ sweat can affect the performance of that sensor filament. Pinne cheaper, but cheaper does not translate into lower quality. It cannot. Allengil adu affect aagathille. Adupole oru innovation opportunity undu. Pinne പഴയ ഡിവൈസസ് ഇന്നുള്ള ഡേറ്റ എല്ലാം ലോഗ് ചെയ്യാൻ പറ്റുമോ ഈ സിസ്റ്റമിൽ, സോ ദാറ്റ് ദ ഡോക്ടർ ക്യാൻ സീ ദാറ്റ്. അപ്പോൾ അതൊരു ആപ്പ് ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. Ma'am, can I leave? നമുക്ക് ഈ ഒരു ഡിവൈസിന്റെ അകത്ത് മാത്രമേ ഈ ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ? അല്ല, ഇപ്പം ഞാനൊരു നമുക്ക് എക്സാമ്പിൾ വേറെ ഒരാളുടെ തന്നേ ഉള്ളൂ. ഫോണിന്റെ അകത്ത് ഇപ്പൊ ഞാനൊരു വേറെ എക്സാമ്പിൾ ആ അല്ല, നമ്മുടെ ലോഗ് ചെയ്തിട്ട് ഇതാണ് ഡിവൈസ് ID, ഇതാണ് ഡിവൈസ് പാസ്വേഡ് എന്ന് കൊടുത്താൽ വേറെ പലരുടെയും ഡിവൈസ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. അതിന് പക്ഷേ സെക്യൂരിറ്റി ഒക്കെ കൊടുക്കണം എന്ന് ആണ് എനിക്ക് എൻ്റെ ഒപ്പീനിയൻ. പക്ഷേ ചെയ്യാൻ പറ്റും. മാം, ഇപ്പൊ ഈ ലോഗിൻ ഈ ഒരു ആപ്പ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളുടെ ഡേറ്റ യൂസർ നെയിം പാസ്വേഡ് എന്ന ഫോർമാറ്റിലാണെങ്കിൽ ആൾക്കാർക്ക് ഈസിലി ആയിട്ട് ഹാക്ക് ചെയ്യാൻ പറ്റും. സോ അതിന് പകരം ഈ ഡിവൈസിൽ തന്നെ ഒരു ബ്ലൂടൂത്ത് സംഭവം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെയർ ചെയ്തിട്ട് പേഴ്സണലായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ലേ? പറ്റും. അതാണ് യൂഷ്വൽ യൂസ് മോഡൽ. മാം, അറ്റ് എ ടൈം മൾട്ടിപ്പിൾ ഡിവൈസസിന് കണക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും. മാം, ലാസ്റ്റ് ഹലോ, ക്വസ്റ്റ്യൻ, ക്ലൈമറ്റ് മാറുമ്പോ ഡിവൈസിന്റെ എന്താ പറയാ ലൈക്ക് പെർഫോമൻസ് വേരി ചെയ്യോ? വേരി ചെയ്യും. അതിന് പക്ഷേ അതിന് ആ സെൻസർ ഡേറ്റ അതിൻ്റെ അനുസരിച്ച് അത് മോഡിഫൈ ആകും. ഇതാണ് Ma'am, can I leave? യാ മാം, ഒരു Thank ക്വസ്റ്റ്യൻ. you. ഇപ്പം വേറബിൾ ഇൻഡസ്ട്രിയിൽ ഇതുവരെ എന്താണ് ഓപ്പർച്യൂണിറ്റി, അതായത് റൈറ്റ് വേറബിൾ എന്തിന്റെ പ്രോബ്ലത്തിനാണ് വേറബിൾ ഓപ്പർച്യൂണിറ്റി ഉള്ളത്? എന്തുവാ ക്വസ്റ്റ്യൻ? എന്തുവാ? സോറി. വേറബിൾ ഇപ്പോൾ വളരുകയാണല്ലോ. വേറബിൾ ഹെൽത്ത് മോണിറ്ററിംഗ് ഇപ്പൊ ഏറ്റവും ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഏത് വേറബിൾ ഉണ്ടാക്കുന്നതിലാണ്? ഓക്കെ. ഹയസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇത് ഹെൽത്ത് ആണ്, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ആണ്. താങ്ക്സ്. ഹെൽത്ത് മോണിറ്ററിംഗ്, അതെ, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് രണ്ടും. അതായത് കറക്റ്റീവ് ഹെൽത്ത് ഉണ്ട്, പിന്നെ നോർമൽ നമ്മുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളതും ഉണ്ട്, രണ്ടും ഉണ്ട്. അതാണ് ഹയസ്റ്റ് നമ്മുടെ അനാലിസിസിൽ. മാം, ഇത് എത്ര മാം, can I? രണ്ട് ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് എടുക്കാം. ബാക്കി ഒത്തിരി ഡൗട്ട്സ് ഉണ്ടാവും, അതൊക്കെ നമുക്ക് കളക്ട് ചെയ്തിട്ട് അഡ്രസ് ചെയ്യാം. തൽക്കാലം രണ്ട് ക്വസ്റ്റ്യൻ കൂടെ എടുക്കാം. ഇപ്പം ഈ റൈസ് ചെയ്തിരിക്കുന്ന ഹാൻഡ് ആണ് നോക്കുന്നത്. അലീന റേ. എനിക്കൊരു ഡൗട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരു പേഴ്സണിന് 6 മാസത്തേക്ക് ഇത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ആ നീഡില് ഹെൽത്ത് കെയർ ആയതുകൊണ്ട് തന്നെ സ്റ്റെറൈൽ ആയിരിക്കണമെന്ന് നിർബന്ധമാണല്ലോ. അപ്പോൾ ഒരു ഫാമിലിയിൽ നിന്ന് തന്നെ വേറൊരാൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. 6 ആഴ്ചയാണ്, 6 മാസമല്ല, 6 വീക്സ്. സോ അല്ല, പറ്റത്തില്ല. ഇറ്റ് ഈസ് വെരി പേഴ്സണൽ. പറഞ്ഞ പോലെ സ്റ്റെറൈൽ ആയിരിക്കണം. ഇറ്റ് ഹാസ് ടു ബി ഡിസ്പോസ്ഡ്.
അതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഒരു ഭയങ്കര ഇന്നോവേഷൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഹൗ യു ക്യാൻ പ്രൊലോങ് really when the device is still functional to 8 weeks for example. It definitely cannot be shared. ഇത് നമ്മുടെ നീഡിൽ പോലെയാണ്, ഇത് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എങ്ങനെ, what are the opportunities for cost reduction but maintaining the quality and reliability? മാം ബട്ട് ഇപ്പൊ സ്റ്റെറൈൽ ആണെന്ന് പറഞ്ഞില്ലേ, സോ സത്യം പറഞ്ഞാല് വേറൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റാൻ ഒരു വഴിയുണ്ട്. ലൈക്ക് ഇപ്പൊ നീഡിൽ ഒരു സെറ്റ് ഓഫ് നീഡിൽസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓരോ യൂസ് കഴിഞ്ഞാലും നീഡിൽസ് മാറ്റിയാൽ പോരെ, ജസ്റ്റ് ലൈക്ക് BP മെഷറിംഗ് മോണിറ്റർ പോലെ. പക്ഷേ as soon as you change the needle, then that means that needle has to be changed. These type of devices are supremely sterile because they go into our skin and touches our blood. And medical idinte anusariche, I am not a doctor, but according, or a medical professional, but according to the requirements of the usage of this device, it cannot touch the blood of two different people. Ma'am, can I? ഒരാൾ ചോദിക്കും. ഗൗരി ശങ്കർ നേരത്തെ റേസ് ചെയ്താണല്ലോ, പറഞ്ഞോളൂ. Sir, can I? ഈ ഇപ്പം നമ്മുടെ നാട്ടിലുള്ള വയസ്സായ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ ഗാഡ്ജറ്റ് വെച്ചിട്ട് ഇപ്പം എങ്ങനെ യൂസ് ചെയ്യണമെന്നൊരു ഇതുണ്ടാവില്ലല്ലോ. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും നല്ല വയസ്സായ ആൾക്കാർക്ക് സ്മാർട്ട് ഫോൺ വരെ യൂസ് ചെയ്യാൻ അറിയാത്ത ആൾക്കാർ നമ്മുടെ ഈ ഗ്രാമങ്ങളിലുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യാനൊരു? It's a good question. So അത് again ഒരു opportunity for innovation ആണ്. അതായത് ഈ മെഡിക്കൽ അസിസ്റ്റ് ഡിവൈസ് മാത്രം മോണിറ്റർ ചെയ്യാൻ ഒരു ഷോർട്ട് ഡിസ്പ്ലേ മാതിരി ഒരു സെൽഫോൺ അല്ല. സെൽഫോൺ യൂസ് ചെയ്യുന്ന കാരണം ഇറ്റ് സ്റ്റോഴ്സ് ലോട്ട് ഓഫ് ഡേറ്റ. പിന്നെ ഇറ്റ് ക്യാൻ ട്രാൻസ്മിറ്റ് ഡേറ്റ ടു ദ ഡോക്ടർ / ഫിസിഷ്യൻ ടു യുവർ കെയർ ടേക്കർ. അതിൻ്റെ ആവശ്യമില്ല. ഒരാൾ കെയർ ടേക്കർ ഹ്യൂമൻ അവൈലബിൾ ആണെങ്കിൽ ദേ ക്യാൻ സിംപ്ലി കം ആൻഡ് മോണിറ്റർ ദി ബ്ലഡ് ഷുഗർ ലെവൽ ഫ്രം ദ ഡിവൈസ്, ഈ സ്പെസിഫിക് ഡിവൈസിൻ്റെ കേസിൽ ഡയറക്ട്ലി. സോ അങ്ങനെ അതൊരു യൂസ് മോഡൽ അതുപോലെയുള്ള റിമോട്ട് ഏരിയാസിന് ഒരു ഗുഡ് ഇന്നോവേഷൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു ക്വസ്റ്റ്യൻ കുറെ നേരമായിട്ട് ഞാൻ ശ്രമിക്കുന്നു. പറയൂ. മാം, ഇപ്പോൾ ഒരാൾ യൂസ് ചെയ്തത് വേറൊരാൾ യൂസ് ചെയ്തിട്ട് വീണ്ടും അയാൾ തന്നെ യൂസ് ചെയ്യാൻ പോയാൽ അതിന് വല്ല ഡാമേജോ അല്ലെങ്കിൽ റീകറക്ഷൻസോ വല്ലതും ഉണ്ടാവുമോ? അല്ല, അത് റെക്കമെൻഡഡ് അല്ല. ഒരാൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് മറ്റൊരാൾ യൂസ് ചെയ്യുന്ന റെക്കമെൻഡഡ് അല്ല. സോ ഇവിടെ ഒരാളൊരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു, കാൻഡ് ഹോസ്പിറ്റൽസ് കളക്ട് ഡേറ്റ എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഇതൊക്കെയാണ് പുതിയ അന്വേഷണങ്ങൾ. അങ്ങനത്തെ കാര്യങ്ങൾ കുട്ടികൾ അന്വേഷിക്കണം. അതെങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇത് കണക്ട് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റുമോ? പിന്നെ വേറൊന്ന്, ഞാൻ സമയക്കുറവുകൊണ്ടാണ് അറിയുന്നത്. നമുക്ക് എനിക്കൊന്ന് ക്വസ്റ്റ്യൻസ് ഇനി പാർക്ക് ചെയ്യാം. മീൻസ് അതെല്ലാം നിങ്ങൾ എഴുതി അറിയിക്കും. നമ്മൾ വിൽ ഫൈൻഡ് ആൻസേഴ്സ് ടു എവറിത്തിങ്. ഇപ്പൊ നമുക്ക് സമയം 1 മണിക്കൂർ ആവാൻ പോവല്ലേ. ഞാൻ പറഞ്ഞ YIP നമുക്കുള്ള ഒരു എക്കോ സിസ്റ്റം ആണ്. അവിടെ പലതരം എക്സ്പേർട്സ് ഉണ്ട്. ഇപ്പൊ ഡോക്ടറിനോട് ചോദിക്കേണ്ട കാര്യങ്ങളുണ്ടാവും. ബിജു മ്യൂട്ട് ചെയ്തു. ഇപ്പം ക്ലിയർ ആണ്. ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ല. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു വന്നത് YIP നമുക്കൊരു എക്കോ സിസ്റ്റം ആണ് ഉള്ളത്. അതിൻ്റെ അകത്ത് പല ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പല എക്സ്പേർട്സ് എല്ലാം വരുന്നുണ്ട്. ഇപ്പം ഗായത്രി പറഞ്ഞ പോലെ ഡോക്ടറിന്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യം ഉണ്ടാവും. അതുപോലെ പലതരം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒക്കെ ഉണ്ടാവും. അതിനാണ് നമ്മൾ ഈ വോയിസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ എന്നൊക്കെ പറഞ്ഞ് സർവേ നടത്തുന്നത്. അപ്പൊ അറ്റ് ഏർലി സ്റ്റേജിൽ തന്നെ, ഐഡിയ സബ്മിഷന് മുമ്പ് തന്നെ കുട്ടികൾ പറ്റുന്നിടത്തോളം ഇങ്ങനെ ആൾക്കാരുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് കൺസൾട്ട് ചെയ്ത് ഒരു ക്ലാരിറ്റി വരുത്തുന്നത് നല്ലതായിരിക്കും. അപ്പൊ അതിനുള്ള ഫെസിലിറ്റി നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. അതാണ് നമ്മുടെ YIP എക്സിക്യൂട്ടീവ്സ് എല്ലാ ജില്ലയിലും ഉണ്ട്. സോ അതായത് ജില്ലയിലും എന്താ പറ്റി അപ്പം ഈ എക്സിക്യൂട്ടീവ്സിനോട് കോണ്ടാക്ട് ചെയ്യേണ്ട വഴി? അതെ, ചോദിക്കുക. അപ്പൊ ചില കണക്ട്സ് വേണമെങ്കിൽ അവർ പറഞ്ഞു തരും. നമുക്കൊരു ഇപ്പം മെഡിക്കൽ എക്സ്പേർട്ടിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കാനുണ്ട്. അത് മെന്റർ കണക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈനലി സ്റ്റേറ്റ് വിന്നറായിട്ടോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് വിന്നറായിട്ട് ചെയ്യുന്ന അവസരത്തിൽ ചെയ്യുന്നത് മാത്രമല്ല. നമുക്ക് ആദ്യം തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഐഡിയ കുറച്ചുകൂടെ നമുക്ക് റിഫൈൻഡ് ആയിരിക്കുമല്ലോ സബ്മിറ്റ് ചെയ്യുമ്പോഴേ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് നല്ല ഐഡിയസ് പറ്റും. അതൊന്ന് ടീച്ചറിന്റെ സഹായം എടുക്കുക. ഇവിടെ ഞാൻ പറഞ്ഞില്ല, പല ആൾക്കാരടങ്ങുന്ന ഒരു ആക്ടിവിറ്റിയാണത്. ടീച്ചർ നമ്മുടെ മെയിൻ ഇമ്പോർട്ടന്റ് ആളാണ്. YIP കോർഡിനേറ്റർ ഉണ്ട് സ്കൂളിൽ, കോളേജിൽ. So അവിടെ തുടങ്ങിയിട്ട് they will contact the program executive and help you to
മേക്ക് ഓൾ ദോസ് കണക്ഷൻസ്. അപ്പം ഇനിയും ഇതിൽ കേട്ടിരിക്കുന്നവർക്കും അല്ലാതെ ഈ വീഡിയോ കാണാൻ പോകുന്നവർക്കും ഒക്കെ ഒത്തിരി ഡൗട്ട്സ് ഉണ്ടാവും, നാച്ചുറലാണ്. സോ അതെല്ലാം തന്നെ നമുക്ക് YEP-ലോട്ട് അറിയിക്കുക. സോ വി ട്രൈ. ഇല്ല, ആരാ പേരെന്താ? My name is Anarga Veena. അതെ, എന്താ ചോദ്യമാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് ചോദിക്കണേ, നമ്മള് ക്ലോസ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ചോദിച്ചോളൂ. Okay. How can you identify if there is a physical damage in this machine? Does it affect? അതൊരു ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ ഇതുമാതിരി ഡിവൈസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസ് ദേ ഗ്യാരണ്ടി ദാറ്റ് ഇറ്റ് വിൽ നോട്ട് ബി. പക്ഷെ വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇന്നോവേഷൻ ബിജു ഇതൊക്കെ കളക്ട് ചെയ്തിട്ട് ഇന്നോവേഷൻ ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് നമ്മുടെ നാട്ടിൽ ചീപ്പറായിട്ട് വരുമ്പോൾ ക്വാളിറ്റി കുറയാനുള്ള സാധ്യതയുണ്ട്. സോ സംടൈംസ് ദാറ്റ് ഫിലമെൻറ്റ് മേ ബി ബ്രോക്കൺ. അപ്പം പേഷ്യൻറ്റിന് അറിഞ്ഞൂടാ. അവരപ്പം വിചാരിക്കും നമുക്ക് ബ്ലഡ് പ്രഷർ നോർമലാണ്, അത് ബ്ലഡ് ഷുഗർ നോർമലാണെന്ന്. അപ്പോൾ അതൊരു ഡിറ്റക്ഷൻ ഓഫ് എനി പാർട്ട് ഓഫ് ദാറ്റ് ലിറ്റിൽ ഡിവൈസ് ഗാഡ്ജറ്റ് ബീങ് ഡാമേജ്ഡ് ഈസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ഇന്നോവേഷൻ. Does it affect? Yeah, it will affect, no? It will, yeah. Thank you. Ma'am, can I? പറഞ്ഞോളൂ. കംഫർട്ടബിൾ ആണ്. എന്തോ? എല്ലാവരുടെയും ശരീരത്തിനും കംഫർട്ടബിൾ ആണോ? എല്ലാവരുടെയും ശരീരത്തിന് കംഫർട്ട് ആവുന്ന രീതിയിലുള്ള ഒരു സിംഗിൾ ഡിവൈസ് ആണോ ഈ ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് മെഷീനും മറ്റും എന്നാണ് ചോദ്യം. അതെ, ബില്യൺസ് ഓഫ് ഡിവൈസസ് ഇതുവരെയ്ക്കും ഇത് ചെയ്തിട്ടുണ്ട്. എവറിത്തിങ് ഹാസ് എ സ്മോൾ ഡിസ്കംഫർട്ട് അറ്റ് ദ ബിഗിനിങ്, ബട്ട് ഇറ്റ്സ് ആസ് ലെസ് ഡിസ്കംഫർട്ട് ആസ് പോസിബിൾ എന്നാണ് എൻ്റെ അറിവ്. As far as I've known and talked to people. Can I ask a doubt? Ma'am, ഇതിനെ കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുമോ? ഇല്ല, ആദ്യം പറഞ്ഞല്ലോ ചില ചെവിയിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വെക്കുന്ന ഡിവൈസും ഉണ്ട്, ചില പ്രശ്നങ്ങളുണ്ടാവും. അത് ദീർഘകാലം അങ്ങനെ യൂസ് ചെയ്താലാണ്, അല്ലേ? അതെ, അത് ഐ തിങ്ക് ഡേറ്റ കളക്ട് ചെയ്തിട്ട് ഹൗ ഇറ്റ് ക്യാൻ ബി മോർ കംഫർട്ടബിൾ എന്നുള്ളതും ഒരു ഓപ്പർച്യൂണിറ്റി ഫോർ ഇന്നോവേഷൻ ആണ്. ഇങ്ങനത്തെ ഡിവൈസിന്റെ യൂസ് എന്താണ് റിസ്കുകൾ, എന്താണ് ഇഷ്യൂസ് ഉള്ളത്, ആ ഇഷ്യൂസ് എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ചിന്തിക്കാവുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, വേറെ ആരുണ്ടോ? ബിജു ഷെയർ ചെയ്യുമല്ല അല്ലേ? ഈ റെക്കോർഡിംഗ് ഒക്കെ ഷെയർ ചെയ്യും. അത് നമ്മൾ റെക്കോർഡ് ചെയ്യും. പിന്നെ നമ്മുടെ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു നമ്മൾ കളക്ട് ചെയ്തിട്ട് അത് ഫോളോ അപ്പ് വേണമെങ്കിൽ നമ്മൾ ചെയ്യാം. നോ പ്രോബ്ലം. മേ ബി ഇഫ് ദർ ഇസ് ഇനഫ് ഇൻട്രസ്റ്റ് നമുക്ക് ഇനി ഒരു സെഷനും ഓഫർ ചെയ്യാം. അപ്പൊ ലെറ്റ് മീ ആസ്ക്, കുമരേഷൻ ഉണ്ടോ കോഡിൽ? സാർ ഉണ്ട് സാർ. അപ്പൊ ആൾക്കാർക്ക് ഇനി ഡൗട്ട്സ് ഫർദർ ഉണ്ടെങ്കിൽ അവര് എങ്ങോട്ടാണ് അയക്കേണ്ടത്? സാർ, നമ്മുടെ PEസിന് ഡിസ്ട്രിക്ട് കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അവർക്ക് മെസ്സേജ് അയച്ചാൽ മതി. അവര് കളക്ട് ചെയ്തിട്ട് നമുക്ക് തരും. അത് നമ്മൾ മാഡത്തിന് ഷെയർ ചെയ്തിട്ട് നമ്മളത് അതിന്റെ ഡീറ്റെയിൽസ് യൂട്യൂബ് വീഡിയോയുടെ കൂടെ തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അത് YEP കോർഡിനേറ്റർ ആയിട്ടുള്ള ടീച്ചർ വഴി അയക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ കുറച്ച് സ്ട്രീംലൈൻഡ് ആയിട്ട് വരും, അല്ലേ? അതല്ലേ എന്റെ ശരിയായിട്ടുള്ള? അതെ അതെ സാർ. നിങ്ങളുടെ ടീച്ചർമാരെ കോൺടാക്ട് ചെയ്താൽ മതി. ടീച്ചർമാരെ അത് YEPയുടെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റേഴ്സിനെ അയച്ചു കൊടുത്തോളൂ. ടീച്ചർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അയക്കുന്നു, അതിന്റെ സമാധാനം കിട്ടും. അത് നമ്മൾ കണ്ടുപിടിച്ച് തരും. അപ്പൊ ഇന്ന് സമയക്കുറവുകൊണ്ട് ഇനി ദീർഘിപ്പിക്കുന്നില്ല, നമ്മൾ നിർത്തുകയാണ് ഇന്നത്തെ സെഷൻ. നമുക്ക് അസിസ്റ്റീവ് ടെക്നോളജീസ് ആൻഡ് വെയറബിൾസിനെ പറ്റി സംസാരിക്കുകയും കുറെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തരികയും ചെയ്തതിന് നമ്മുടെ എക്സ്പേർട്ടായിട്ട് വന്ന ഗായത്രി ഈശ്വരനോട് വളരെ നന്ദി പറയുന്നു. YEPയുടെ ഭാഗത്തു നിന്നും എല്ലാ പാർട്ടിസിപ്പൻസിന്റെയും ഐഡിയേറ്റേഴ്സിന്റെയും ഭാഗത്തു നിന്നുള്ള വളരെ ഹൃദയംഗമായ ഒരു നന്ദി അറിയിച്ചുകൊള്ളുകയാണ്. താങ്ക് യു. വളരെ നന്ദി ബിജു, കുമരേശൻ സാർ, എല്ലാവർക്കും വളരെ നന്ദി. ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾ സംസാരിക്കാനും ഇന്ററാക്ട് ചെയ്യാനും പറ്റിയതിന്. ക്വസ്റ്റ്യൻസ് അയച്ചോളൂ, നമ്മൾ അഡ്രസ് ചെയ്യും. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു ബിജു. താങ്ക് യു. പ്രായമുള്ളവർക്ക് യൂസ്